ജോണി ഫ്രം കാലിക്കറ്റ്. ജോണിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങള് ഒരു ടീം ഇന്നലെ രാത്രി 12 മണിക്ക് ഒരു സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് വേറെ 3 കേക്ക് ഉണ്ട്. കേക്ക് കൊണ്ട് പൊങ്കാലിടാനുള്ള പരിപാടിയായിരുന്നു. ഇന്നലെ എല്ലാവരും ഉറങ്ങിയതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഒരു ചെറിയ വെടിക്കെട്ടോട് കൂടി തുടങ്ങുകയാണ്. ബാക്കി കൂട്ടപ്പൊരിച്ചിൽ ഇതിന് ശേഷമാണ്. നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്രയുടെ 3-ാം ദിവസമാണ്. 3-ാം ദിവസം രാവിലെ നമ്മുടെ കൂടെയുള്ള യാത്രികനായ ജോണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. കേക്ക് കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി യാത്ര പുറപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡായ ഖർദുംഗ്ല പാസിലേക്കാണ്. അതിനുശേഷം അവിടെ നിന്ന് നുബ്ര വാലിയിലേക്ക് പോകുന്നു. ഇന്ന് നുബ്ര വാലിയിലാണ് താമസം. അതിനുശേഷം നാളെ വൈകിട്ട് തിരിച്ചു വരുന്ന വഴി പാങ്ങോങ്ങിലേക്ക് കണ്ട് ഇവിടെ തന്നെ ഒന്ന് താമസിക്കാനാണ് പരിപാടി. അപ്പോൾ രാവിലെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ആളുടെ ജോണിയുടെ ബർത്ത്ഡേ ആണ്. പറഞ്ഞു കഴിഞ്ഞു. ആഘോഷിക്കുക. ജോണിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക. രാത്രി പൊങ്കാലിടാനായിരുന്നു പരിപാടി. എല്ലാവരും ഉറങ്ങിപ്പോയി. ഇന്ന് രാത്രി ഒരാളുടെ കൂടെ ബർത്ത്ഡേ വരുന്നുണ്ട്. നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പോകാം അല്ലെ രാവിലെ. സോ ലെറ്റ്സ് ഗോ ടു നുബ്ര. ഇതാണോ ഒച്ചിണ്ടാക്കണത്? ഖർദുംഗ്ല പാസിലേക്ക് ഇവിടെ നിന്ന് 1.5 മണിക്കൂറാണ് ദൂരം. ഇവിടെ വരുന്ന എല്ലാവരും ഖർദുംഗ്ല പാസ് കണ്ടിട്ടേ പോകാറുള്ളൂ. കാരണം ലോകത്തിലെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണ് ഖർദുംഗ്ല പാസ്. പ്രധാനമായും സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റോഡാണ്. പക്ഷേ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. ലേയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ രീതിയിൽ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ്. അതിവിടുത്തെ ഒരു നിയമമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എല്ലാത്തിനും ട്രഡീഷണൽ ചായയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒരേപോലെയുള്ള ബിൽഡിങ്സിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ലേയുടെ എല്ലാ ഭാഗങ്ങൾക്കും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നിറയെ പൊടിയൊക്കെ നിറഞ്ഞൊരു നഗരമാണ് ലേ. കുറച്ചുകൂടി ഒരു നഗരാസൂത്രണമാകാമായിരുന്നു എന്ന് തോന്നിപ്പോകും. നമ്മളിങ്ങനെ ഖർദുംഗ്ലയിലേക്കുള്ള വഴിയിൽ കണ്ട 2-3 കൂടാരങ്ങളാണ്. തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന കൂടാരങ്ങളാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കിർഗിസ്ഥാനിലെ എർട്ട് എന്ന് വിളിക്കുന്ന ഇത്തരത്തിലുള്ള കൂടാരങ്ങളുണ്ട്. അത് അവിടുത്തെ ജിപ്സികൾ താമസിക്കുന്ന കൂടാരങ്ങളാണ്. അവർ ആട് മേയ്ക്കാനും മറ്റും പോകുന്ന വഴി ഇത്തരം പല സ്ഥലങ്ങളിലും കൂടാരം കെട്ടി താമസിക്കും. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ കൂടാരം അഴിച്ചു കൊണ്ടുപോകും. പക്ഷേ അതിനുള്ളിൽ എപ്പോഴും ഒരു 20 ഡിഗ്രി ചൂട് മെയിൻറ്റെയിൻ ചെയ്യും. ഒരിക്കലും തണുപ്പോ ചൂടോ അകത്തേക്ക് കടക്കാത്ത രീതിയിലാണ്. അതിൽ ബെഡ്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെയുള്ള കൂടാരങ്ങളാണ് എർട്ടുകൾ. ഇപ്പോഴത്തെ രസം വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് എർട്ടുകൾ ചൈന നിർമ്മിച്ച് കൊടുക്കാൻ തുടങ്ങി. അതോടുകൂടി പരമ്പരാഗത എർട്ടുകൾക്ക് സ്ഥാനമില്ലാതായി ആളുകളെല്ലാം ചൈനീസ് എർട്ടുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഏതാണ്ട് ഇതേ രൂപമാണ് കിർഗിസ്ഥാനിലെ എർട്ടുകൾക്ക്. കൈവരികളൊന്നുമില്ലാത്ത വഴിയാണ്. വളരെ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ അങ്ങ് താഴെയുള്ള കൊക്കയിലേക്കായിരിക്കും വീഴാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ഡ്രൈവർ ചേട്ടനൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് സാധാരണ നമ്മുടെ ഹൈവേയിൽ ഓടിക്കുന്ന അതേ രീതിയിലാണ് അദ്ദേഹം ഓടിക്കുന്നത്. ഓരോ വളവ് തിരിയുമ്പോഴും പ്രകൃതി ഇങ്ങനെ മാറി വരുന്നു. ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ ചില കലാശില്പങ്ങൾ കാണാൻ സാധിക്കുന്നു. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നാദുല പാസിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സിക്കിമിൽ 0 പോയിൻറ്റ് എന്നൊരു പോയിൻ്റുണ്ട്. അതും ചൈനയുടെ അതിർത്തി തന്നെയാണ്. ഏതാണ്ട് ആ പ്രദേശവുമായിട്ടൊരു സാമ്യമാണ് തോന്നുന്നത് ഈ പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ.
നമ്മളിങ്ങനെ വരുന്ന വഴി ആദ്യത്തെ ഒരു ജനവാസ കേന്ദ്രം കണ്ടു. ഇത് മിലിറ്ററി ബേസ് തന്നെ ആയിരിക്കും. സൗത്ത് പുല്ലു എന്ന് പറയുന്ന സ്ഥലമാണിത്. അവിടെ ഏതാനും ബിൽഡിങ്സും മറ്റും കാണുന്നുണ്ട്. ഇവിടെ മനുഷ്യർക്ക് നടന്നു തന്നെ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ സൈക്കിൾ ചവിട്ടി പോകുന്നവരെയും കാണാം. എങ്ങനെയാണ് ഇവർക്ക് ശ്വാസം കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ 2-3 പേരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഖർദുങ്ങിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു മഞ്ഞുമലയുടെ ദർശനം കിട്ടിയിരിക്കുകയാണ്. അതായത് ആദ്യമേ നമ്മൾ ഏറ്റവും ഹൈറ്റിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. ആ മേൽഭാഗത്ത് കാണുന്ന മലകളിലുമൊക്കെ ചെറുതായി മഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഉയരത്തിലേക്ക് എത്തുകയാണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് അതെല്ലാം. അങ്ങനെ നമ്മൾ മഞ്ഞുമലയുടെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ഖർദുങ്ല പാസ് ഏകദേശം ആ പ്രദേശത്ത് തന്നെയാണ്. ഇനി വലിയ ദൂരമില്ല. തണുപ്പ് കൂടിയിട്ടുണ്ട്, ഓക്സിജൻ കുറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വാഹനങ്ങൾ ഓടുന്ന സ്ഥലം, അതാണ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ്, അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന SBIയുടെ ATM ആണ്. ന്യായമായിട്ടും അതായിരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ATM എന്ന് തോന്നുന്നു. കാരണം അല്ലാതെ മനുഷ്യരില്ലാത്ത വാഹനങ്ങളില്ലാത്തൊരു സ്ഥലത്ത് ഒരു ATM വരേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ഇവിടെ കാണുന്നത് ഹയസ്റ്റ് കഫേ ഇൻ ദ വേൾഡ് ആണ്. 18,380 ഫീറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന എന്തും ലോകത്തിലെ ഏറ്റവും ഹൈറ്റുള്ള ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇനി നമുക്ക് മുന്നോട്ട് നടക്കാം. ഇവിടെ എല്ലാം ധാരാളം വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. എല്ലാം ഈ ഒരു ഹയസ്റ്റ് പാസ് കാണാൻ വന്നിരിക്കുന്നവരുടെയാണ്. നമുക്ക് നടന്ന് കയറാം. ഹയസ്റ്റ് മോട്ടറബിൾ പാസിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് എഴുതിയൊരു ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ മുന്നിൽ ക്യൂ ആണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ക്യൂ ആണ് അവിടെ കാണുന്നത്. ഇതാണ് ആ പറഞ്ഞ സംഭവം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വെൽക്കംസ് യു. ഹായ്. ആ എവിടെ എത്തി? ബോച്ചയുണ്ട്. ബോച്ച കുറേലുണ്ട്. അവിടെ ഉണ്ട്. എപ്പോൾ എത്തി? യെസ്, നമസ്കാരം. അല്ല, ഞങ്ങൾ നുബ്ര വാലി പോവാ. നുബ്രയില ക്യാമ്പിങ്. ഓ ശരി. എല്ലാവരും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മോട്ടറബിൾ റോഡിൽ എത്തിയതിൻ്റെ സന്തോഷത്തിലാണ്. അതാണ് ഈ ക്യൂ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത്. അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വളരെ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതിനു മുമ്പ് ഒന്ന് അങ്ങോട്ടൊക്കെ നടക്കാം. ഇവിടെ ഹെൽത്ത് അഡ്വൈസർ എഴുതിയിട്ടുണ്ട്. ഓക്സിജൻ ലെവൽ ഈസ് വെരി ലോ ഹിയർ. 20 മിനിറ്റ്സിൽ കൂടി ഇവിടെ നിൽക്കരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രയധികം ഓക്സിജൻ ഡെഫിഷ്യൻസി ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ എപ്പോഴും മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ അത്രയും മഞ്ഞുകാലത്തല്ല വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അധികം മഞ്ഞ് വീഴാത്തത്. ഇവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഖർദുങ്ല വ്യൂ പോയിൻ്റ് എഴുതിയിരിക്കുന്നു. ഓൾട്ടിറ്റ്യൂഡ് 17,982 ഫീറ്റ് അബവ് സീ ലെവലാണ്. ഖർദുങ്ലയിൽ വരുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിക്കുന്ന കാര്യം ഈ കാണുന്ന നമ്പർ പ്ലേറ്റുകളാണ്. KL17, KL6, KL6, KL7, KL42. കേരളം മുഴുവൻ ഇളകി ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നിന്നും ബൈക്കേഴ്സ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇവിടെ 2-3-4-5 മിനിറ്റ് നിന്നപ്പോൾ തന്നെ തലയൊക്കെ എന്തോ പെരുക്കുന്ന പോലെ വരുന്നുണ്ട്. ഈ ഏറ്റവും ഓൾട്ടിറ്റ്യൂഡുള്ള സ്ഥലമാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ്. പിന്നെ അങ്ങോട്ട് കാണുന്ന മുഴുവൻ വാലിയാണ്. അപ്പോൾ ഇത് ഏറ്റവും ഓൾട്ടിറ്റ്യൂഡുള്ള സ്ഥലം തന്നെയാണ്. ഹമേ ശ്വാസം മുട്ടുന്നു, സത്യമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ കൂടെ നമുക്കിനി പോയി ആ ബോർഡിൻ്റെ അടുത്ത് പടം എടുക്കണ്ടേ? അതൊരു മാമൂല ഇവിടുത്തെ, അതെടുക്കാം. അവിടെ അതിന് മുകളിലേക്ക് അവിടെ ഒരു ചെറിയ മൊണാസ്ട്രിയോ ക്ഷേത്രമോ പോലുള്ള കാര്യമുണ്ട്. അതിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. ഈ കാണുന്നതൊക്കെ പാവം പട്ടാളക്കാരുടെ ബാരക്കുകളാണ്. ഇവിടെ
ഏത് കാലാവസ്ഥയിലും ഇവിടെയൊക്കെ പട്ടാളക്കാർ ജീവിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അവരെ ഓർത്ത് ഒരു നമസ്തേ പറയേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഏറ്റവും അധികം തിരക്കുള്ളത്. കാരണം ഇത് ജീവിതത്തിലെ ഒരു സുവനീറായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. ക്യൂ നിന്ന് നമുക്ക് അടുത്തെത്താൻ സാധിച്ചേക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു മാമൂലാണ്. ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയും. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മോട്ടറബിൾ പാസിലെത്തിയതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഓക്കെ, ബോച്ചയുടെ ബോച്ചയെ കണ്ടില്ലല്ലോ. ഓക്സിജൻ റിസോർട്ടിൻ്റെ ഉടമയുടെ പോയി. ഓക്സിജൻ റിസോർട്ടിൻ്റെ ഉടമയായ ബോച്ചയെ കാണുന്നില്ല. ഓക്സിജൻ ഡെഫിഷ്യൻസി ഉള്ള ഈ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. നമ്മുടെ ലോകത്തിൽ എവിടെ ചെന്നാലും മലയാളിയുടെ ഒരു അടയാളം അവിടെ രേഖപ്പെടുത്തുക എന്നുള്ള നമ്മുടെ ഒരു രീതിയാണ്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ പാസിൽ വന്നപ്പോൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു ലാൽ സലാം CT എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ നിന്നും അതുപോലെ CPM-കാരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓടി വന്നപ്പോൾ എഴുതിയിരിക്കുന്നു മലയാളത്തിൽ ലാൽ സലാം CT. അപ്പോൾ അങ്ങനെ അവിടെയും നമ്മുടെ അടയാളം കാണുന്നു. എന്തായാലും ലാൽ സലാം ഇത് എഴുതിയ ആരായാലും ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മോട്ടറബിൾ റോഡിലൂടെ ബോച്ചെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബോച്ചെ അല്ലാതെ ഇവിടെ ആരും ഓടുന്ന പോയിട്ട് നടക്കുന്ന പോലും കാണുന്നില്ല. പക്ഷേ ബോച്ചെ ഓടുകയാണ് സുഹൃത്തുക്കളെ, ഓടുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ശ്വാസം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിന്നിട്ട് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ബോച്ചെ ഓടാൻ പോയിരിക്കുകയാണ്. ബോച്ചയെ കൊണ്ട് ഒരു രക്ഷയില്ല. ബോച്ചെ ലേയിൽ ഓടി, ഇപ്പോൾ ലോകത്തിലെ ഹയസ്റ്റ് മോട്ടറബിൾ പാസിൽ ഓടി. ഇതെന്താണ് ബോച്ചയുടെ ഉദ്ദേശം? ഇപ്പോൾ ഓടിയത് മൂത്രമൊഴിക്കാൻ വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ഓടിയതാ. ഞാൻ വിചാരിച്ച അടുത്ത ഗിന്നസ് റെക്കോർഡിന് വല്ലതാണ്. നല്ലല്ലേ? ഇതിലും വലിയ റെക്കോർഡ്. അപ്പൊ ഇനി നമ്മൾ പോകല്ലേ നുബ്ര വാലിയിലേക്ക്? ലെറ്റ്സ് ഗോ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാസിൽ നിന്നും നമ്മൾ മോട്ടറബിൾ പാസിൽ നിന്നും നമ്മൾ ഇനി നുബ്ര വാലിയിലേക്കാണ് പോകുന്നത്. 1.5 മണിക്കൂറാണ് ഇവിടെ നിന്ന് നുബ്ര വാലിയിലേക്കുള്ള സമയം. ഇവിടെ നിന്ന് ആ സത്യം വല്ലാതെ ക്ഷീണിച്ചു പോയി. തലവേദന എടുക്കുന്നുണ്ട്. തല ഇങ്ങനെ ഒരു വലിയ ഭാരമെടുത്ത് കഴുത്തിന് മുകളിൽ വെച്ച പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും. 15 മിനിറ്റ് ഇവിടെ നിൽക്കാവൂ എന്നാണ് നമ്മളോട് നമ്മുടെ ഗൈഡ് ഒക്കെ പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ 3/4 മണിക്കൂറോളമായി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇവിടുന്ന് സ്ഥലം വിടാം. നമ്മൾ ലേയിൽ നിന്നും ഖർദുംഗ്ല വരെ വന്ന റോഡ് നല്ല ഗംഭീര റോഡായിരുന്നെങ്കിൽ അവിടുന്ന് നുബ്ര വാലിയിലേക്കുള്ള റോഡ് അത്ര മികച്ച റോഡല്ല. മിക്ക സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. പണി നടക്കുകയാണെന്ന് തോന്നുന്നു. നമ്മൾ ഖർദുംഗ്ല പാസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് സൗത്ത് പുല്ലു എന്നൊരു സ്ഥലത്ത് ഇറങ്ങിയിരുന്നു. അതൊരു പട്ടാള ക്യാമ്പായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ നുബ്ര വാലിയിലേക്ക് പോകുന്ന വഴിക്ക് നോർത്ത് പുല്ലു എന്നൊരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതും ഒരു പട്ടാള ക്യാമ്പാണ്. ഇവിടെ ചില ഹോട്ടലുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട ചായ കാപ്പി ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെയുണ്ട്. ഇതുവഴി പോകുന്ന എല്ലാ ട്രാവലേഴ്സും ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ് പോകുന്നത്. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ എവിടെ കയറാം അല്ലേ? നോർത്ത് പുല്ലുവിലെ മിലിറ്ററി ക്യാമ്പിൻ്റെ ബാക്കിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ സുന്ദരമായ ഒരു ദൃശ്യം. ഈ ഒരു നദിയുടെ ദൃശ്യം അതിസുന്ദരമാണ്. കളകളാരവം പൊഴിച്ചുകൊണ്ട് ഒഴുകുന്ന നദി. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ബോച്ചയും സംഘവും എല്ലാവരും ഉണ്ട്. ഇവിടെ വെച്ച് നമുക്ക് എന്തോ കഴിക്കാൻ തരുമെന്നാണ് കേൾക്കുന്നത്. എന്നാലും നമ്മളൊരു കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. ഇവിടെ നോക്കുമ്പോൾ ഈ പർവ്വതങ്ങളുടെ ഒരു 360 ഡിഗ്രി വ്യൂ കാണാം. അതുപോലെ തന്നെ ഈ ഒരു പുഴയും കാണാം. സുന്ദരമായ ദൃശ്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ നുബ്ര വാലിയിലേക്ക് പോകുന്ന വഴിക്ക് കട്ടൻ കാപ്പി കുടിക്കാനായിട്ട് കൃത്യ സ്ഥലത്ത് നമ്മളല്ലാതെ വലിയൊരു മലയാളി സാന്നിധ്യം കണ്ടു. മലയാളികൾ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നു. അപ്പോൾ എല്ലാവരും ബൈക്കേഴ്സാണ്. എവിടെ നിന്നാണ് നിങ്ങളെല്ലാവരും? എറണാകുളത്ത്. മൂവാറ്റുപുഴ. അതിലൊരു സ്ത്രീ സാന്നിധ്യം കൂടെ ഉണ്ട്. പേരെന്താ? കൃഷ്ണ. ആ ശരി. അപ്പോൾ എത്ര ദിവസമായി യാത്ര തുടങ്ങിയിട്ട്? അങ്ങനെയുണ്ട്. ഇനി എങ്ങനെയാണ് യാത്ര? തിരിച്ച് എങ്ങനെയാണ്? തിരിച്ച് കാശ്മീരിൽ നിന്ന് പഞ്ചാബ്, പഞ്ചാബിൽ നിന്ന് ഡൽഹി, ഐഡിയ കൊൽക്കത്തയ്ക്ക്, നേരെ ജയ്പൂർ, രാജസ്ഥാൻ വഴി മഹാരാഷ്ട്ര. ഉടനെ ഒന്നും ഇല്ല തിരിച്ച്. അപ്പോൾ സേഫ് ജേണി. നുബ്ര വാലിയിലേക്ക് നമ്മൾ പോകുന്ന വഴി നമ്മളെക്കാൾ മുമ്പേ എത്തിയിട്ട്
നമ്മുടെ ടൂർ കോർഡിനേറ്ററായ ജോത്സനയുടെ ഭർത്താവ് സുധീഷ് സംഘവും എത്തി. അവിടെ നമുക്ക് വേണ്ടി ഉച്ചഭക്ഷണം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൂക്കളം ഇട്ടിരിക്കുന്ന പോലെ ഫുഡ് കളം എന്നവരെ വിളിക്കാവുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. വലിയ തോതിലൊന്നുമല്ല, യാത്രക്കിടയിൽ ചെറിയ തോതിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ്. പക്ഷേ ഇതും ഒരു ഗംഭീരമായ സ്ഥലമാണ്. ഒരു നദിയാണിത്. ഇപ്പോൾ വെള്ളം അധികം ഒഴുകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹെവി ലഞ്ചാണ്. പഴമുണ്ട്, ഉണങ്ങിയ ഇന്ന് ആപ്രിക്കോട്ട് ഈത്തപ്പഴം. ഇത് ബോച്ചയെ സംബന്ധിച്ച് ബോച്ച ദിവസം കഴിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ പക്ഷേ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് ശീലിച്ചുകൊണ്ട് പോരാൻ തോന്നി, അത്രേ ഉള്ളൂ. വാൾനട്ട് ഉണ്ട്. ആരോഗ്യത്തിന് ഗുണമുള്ള സംഭവം. അതെ, കാരണം ഇപ്പോൾ സുമ അടിച്ചു മറിച്ചിട്ട് അല്ല എന്താണ് സുമയിലല്ലോ ഇപ്പൊ കഴിച്ച് മോമോസ് അടിച്ചു മറിച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്നാലും നമുക്കൊരു ബിരിയാണി കിട്ടിയല്ലോ, അവനെ കഴിച്ചു തോന്നുന്നു. പെറുക്കി തിന്നാണ്. താങ്ക് യു. നല്ലത് നായന്മാർക്ക് ചേരൂലെന്നാ. നമ്മൾ വന്നതെല്ലാം എന്താ പറയുക, ഹെയർ പിൻ വളവുകളെക്കാളും ശക്തമായ വളവുകളിൽ കൂടിയാണ്. അങ്ങനെ നമ്മുടെ കൂടെ ഒരാളൊന്ന് ഛർദ്ദിച്ചു. അങ്ങനെ നമ്മളിവിടെ നിർത്തിയതാണ്. ഇവിടെ നിർത്തിയപ്പോൾ നമ്മളിങ്ങനെ ചുറ്റും ഹിമാലയം കോട്ട കെട്ടിയതുപോലെ നിൽക്കുകയാണ്. പക്ഷേ സത്യത്തിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന് നമുക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഹിമാലയത്തിൻ്റെയൊക്കെ ഈ മല മടക്കുകളുടെ താഴെ നിൽക്കുമ്പോഴാണ്. വെറും ഒന്നുമില്ല. നമ്മൾ ഈ കാണുന്ന പോലെ മജസ്റ്റിക് ഹിമാലയാസ് നമ്മൾ കോട്ട കെട്ടിയതുപോലെ ചുറ്റും നിൽക്കുന്നു. നമുക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല. ആ രീതിയിൽ നമ്മളെ ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റും ഹിമാലയത്തിലെ ഇങ്ങനെ ഒരു ഏരിയയ്ക്ക്. അപ്പോൾ നമ്മളൊക്കെ വളരെ നിരാശരല്ല, നമ്മളൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള യാത്രകൾ നമുക്ക് ഉപകരിക്കും. ഇത് നമുക്കിവിടെ മാത്രമല്ല, ഹിമാലയത്തിൻ്റെ ഏത് പ്രദേശത്ത് പോയാലും, ഇപ്പോൾ നാദില പാസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയിലോ ടിബറ്റൊക്കെ ആയാലും എവിടെ പോയാലും ഹിമാലയം തുറന്നു തരുന്ന ഈ ഒരു വലിയ ലോകം എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ മലകൾക്കിടയിൽ എവിടെയോ വെച്ച് ചൈന തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ തുടങ്ങുകയാണ്. പണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു ഇതെല്ലാം. അന്നത്തെ യാത്രികരൊക്കെ ഏതാണ് രാജ്യം എന്ന് പോലും മനസ്സിലാക്കാതെ അതിർത്തികളൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പക്ഷേ നമുക്കെല്ലാം റെസ്ട്രിക്ഷൻസാണ്. എവിടെയൊക്കെയോ അതിർത്തി വരകൾ, നിയന്ത്രണ രേഖകളൊക്കെ ഉണ്ട്. നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നതോറും അത് കൂടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പഴയ കാലത്തെ യാത്രയിൽ ഇതൊന്നും അറിയാതെ സസന്തോഷം ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കും ടർക്കിയിലേക്കുമെല്ലാം അതിർത്തി വരമ്പുകളൊന്നുമില്ലാതെ യാത്ര ചെയ്യുന്നു. അവരുമൊക്കെ കണ്ട ഹിമാലയം തന്നെയാണ് നമ്മളിപ്പോഴും നൂറ്റാണ്ടുകൾക്ക് ശേഷവും കാണുന്നത്.